ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നിരനിരയല്ല ബെഞ്ചില, ഇങ്ങനെ ഒരു ബെഞ്ച് ഒരു ഡെസ്ക് ഒരു ബെഞ്ച്. അത് അങ്ങനെ പ്ലസ് പക്ഷെ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ തറയിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുക. ഗവൺമെന്റ് സ്കൂൾ, LP സ്കൂളല്ലേ. അപ്പം നമ്മളെ ഓപ്പോസിറ്റ് ആയിരിക്കും പെൺകുട്ടികൾ വരെ, ഡയറക്റ്റ് ഓപ്പോസിറ്റ്. ക്ലാസിന്റെ അപ്പുറത്തെ മൂലയിൽ, ഇപ്പുറത്തെ മൂലയിൽ ഞാൻ, ഇടത് സൈഡിൽ നടുക്ക് ടീച്ചർ, അവർ മേശ ഇട്ടിരിക്കും. അങ്ങനെയാണ്. അപ്പം നമ്മളെ ആ കുട്ടിയുടെ ഓപ്പോസിറ്റ് ഇരിക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പുറത്ത് പറയുന്നത് ആ കുട്ടിയുടെ ഓപ്പോസിറ്റ് ഇരിക്കേണ്ടത്. അങ്ങനത്തെ സ്വഭാവം അത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ക്രഷ്. 4ാം ക്ലാസ്സിൽ ആദിരാജ് എന്ന് പറഞ്ഞിട്ട്. അയ്യാ, ആകെ ക്രിസ്മസ് തൊട്ട് അവസാനം വരെ ആ സ്കൂളിൽ പഠിച്ചുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് ക്രഷ് വരുന്നത്. കൊള്ളാം, കുട്ടി കൊള്ളാമല്ലോ, അവരുടെ ഫ്രണ്ടിൽ ഷോ ഓഫ്, അത്രയൊക്കെ ഉള്ളൂ. അതായത് നല്ലോണം പന്തേറ് കളിക്കുന്ന ആര്, നല്ല ലോങ് ജമ്പ് ചാടുന്നത് ആര്, ഇതൊക്കെ ഉള്ളു. അവർ കുട്ടി വരുമ്പോൾ ചുമ്മാ ചാടും. ഇതൊക്കെയാണ് എൻ്റെ ക്രഷ്. അവരൊക്കെ ഇത് അറിയുന്ന പോലും ഇല്ല. അവരൊക്കെ ഇപ്പൊ എവിടെയാണോ, അവരൊക്കെ വന്നോളും തിരിച്ചിന്. എടി, എന്നെക്കാളും നല്ലോണം പഠിക്കുന്ന കുട്ടിയെ കാണുമ്പോൾ ആ ഒരു ആരാധന തോന്നില്ല, അത്രയേ ഉള്ളൂ. നീ ക്ലാസ്സിൽ നല്ലോണം പഠിക്കില്ലേ? 10ാം ക്ലാസ് വരെ നല്ല പഠിത്തമായിരുന്നു. പിന്നെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി തുടങ്ങി. എന്നുവെച്ചാൽ ക്ലാസ്സിൽ ഇങ്ങനെ ചാടി എണീച്ച് ആൻസർ പറയും. അപ്പൊ എല്ലാവരും പറയും, ഇപ്പൊ എന്തിനീ ടീച്ചർമാരാ പൊടിപ്പൊച്ച്, ടീച്ചർമാരുടെ പൊന്നോമന എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പം എനിക്കൊരു കോംപ്ലക്സ് ആണ്, ഒറ്റപ്പെടുത്തില്ല. പിന്നെ ഞാൻ വേറും അലമ്പും പഠിക്കാതെയൊക്കെ ആയപ്പം ആൾക്കാരെന്നെ കൂട്ടും. അതെന്റെ വാപ്പച്ചാക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്റെ ഫാദർ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പഠിക്കാതായപ്പോഴാണ് ഈ കൂട്ടുകാരൊക്കെ എന്നെ അവരെ കൂട്ടത്തിൽ കൂട്ടി തുടങ്ങി. പഠിക്കാത്ത പോയി ക്ലാസ് കട്ട് ചെയ്യാനും, പോയി കടയിൽ പോയി പുളിമുട്ടായും പെൺകുട്ടികളെ നിന്ന് പൈസയും മേടിച്ചു പോയി. അതൊക്കെ 10ാം ക്ലാസ് +2 ഒക്കെ ആയപ്പോഴാണ് അടി കൂടാനൊക്കെ തുടങ്ങിയപ്പം എല്ലാ ആമ്പിളർക്കും എന്നെ കൂടെ സംസാരിക്കണം. അപ്പൊ സന്തോഷമായി. ആഹാ, സ്കൂള് മൊത്തം എന്നെ അറിയാൻ തുടങ്ങി. അപ്പൊ ആഹാ, നല്ല സുഖം. കോളേജിൽ ചെന്നിട്ടും അലമ്പ് കഴിഞ്ഞു. കോളേജ് ചെല്ലുമ്പോഴും അലമ്പ് കൂടുമ്പോഴത്തേക്ക് കുറേ കൂട്ടുകാർ കാണും. അപ്പൊ എനിക്ക് സന്തോഷം, ഞാൻ ഒറ്റപ്പെടുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ കുളമായി. ഇപ്പോഴും അതിന്റെ ചെറിയ ക്യാരക്ടറൊക്കെ ബാക്ക് പുറകുണ്ട്. എന്താ? ഒന്നുമില്ല. അയ്യോ, അതാണ് എന്റെ ലൈഫ്. അല്ല ഈ ഞാൻ ഇത് ആരെങ്കിലും ചോദിച്ചാൽ തുറന്നെന്ന് പറയാം, അത്രേ ഉള്ളൂ. എന്തു പറയും? എനിക്ക് ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. ഇത്രയും പേരെടുത്ത് എനിക്ക് ഒരു ഇത് തോന്നി, ഞാൻ പറയും. അതിൽ 4 പേരെടുത്താണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലും പിന്നെ അവരെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്ക് വന്നിട്ടില്ല. ഞാനിന്ന് സ്കൂളിൽ പഠിക്കുമ്പോ എന്നൊന്നും അങ്ങനെ ആരും പ്രപ്പോസ് ഒന്നും ചെയ്തില്ലടാ. അതെന്താ? കൊച്ചുങ്ങളല്ലേ, കൊച്ചു പിള്ളേരല്ലേ, പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അത് മാത്രല്ല, ഞങ്ങളുടെ സ്കൂളിലൊന്നും ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളൊന്നും ഒരുമിച്ചിരിക്കുക അങ്ങനൊന്നും ഇല്ല. അതിന് ഞാൻ 9ാം ക്ലാസ് വരെ മിണ്ടിയിട്ട് അവരൊരു പ്രോജക്റ്റ് എന്റെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മേടിക്കാം. അയ്യാ, കൈ തൊടല്ലേ. എങ്ങനെ കൈ തൊടാത്ത രീതിയിൽ ഇങ്ങനെ മേടിക്കാം. വാപ്പിച്ചാണ് ആദ്യം 8ാം ക്ലാസ് അവസാനമായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി എടുത്ത് മിണ്ടണത്. എന്നെ പുറത്തുവിടരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തും. പുറത്തുവിടരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തും. എന്റെ സ്വഭാവം അതാ. 8ല് പിന്നെ ശരിയായി. പിന്നല്ല ഇങ്ങനെയാണ്. അതായത് ബുക്ക് കയ്യിൽ പിടിക്കുന്നത്. കോളേജ് കഴിഞ്ഞിട്ട് കുറേ കോളേജ് കഴിഞ്ഞിട്ട് കുറേ സമയം ഞാൻ വീട്ടിൽ ചുമ്മാ നിൽക്കുമായിരുന്നു. എന്നിട്ട് പോലീസിന്റെ ഇതും പാട്ടെന്നൊക്കെ പറഞ്ഞ് കുറെ കാലം നടന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ഇങ്ങനത്തെ ഈ ട്രോമാസ് ഒക്കെ ഉണ്ടായി. എന്റെ ലൈഫേ മാറി. ഇവിടെ ഇത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ ഓണാവും.
ഉറങ്ങണില്ലേ? ഉറങ്ങണ്ടേ? ബാ, ഇന്ന് ഉറങ്ങിയില്ലേ നാളെ പണി. ആന്റി നീയല്ലേ പറഞ്ഞത് ഷോർട്സ് എടുത്തു കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞ നിന്നെ വെയിറ്റ് ചെയ്തല്ലേടി ഞങ്ങൾ ഇവിടെ ഷോർട്സ് അവന് വേണ്ട പറഞ്ഞു. പിന്നെ മരുന്നിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആണോ? നിങ്ങളെന്താ കുടിക്കുന്നത്? ജീരകവെള്ളം. എന്തിയാണെന്നറിയോ, MT സാറിനെയും കൂടെ പതുക്കെ വായിക്കണം. ബഷീറിനെ വായിക്കുന്നതിനോടൊപ്പം തന്നെ MTയും കൂടെ വായിക്കണം. അതെനിക്കെല്ലാം ഓർമ്മയുണ്ട്. അത് നമ്മൾ സെക്കൻഡ് പഠിച്ചല്ലേ, മലയാള സെക്കൻഡ് പഠിച്ചല്ലേ ശ്രീമതി? ഞാനും പഠിച്ചായിരുന്നു കേട്ടാ. ബാല്യകാലസഖിയിലാണോ മറ്റേ ഭംഗിയില്ലാത്ത എന്നിട്ട് ഇമ്മണി വല്യൊന്ന്? അല്ല, പല്ല് ഉന്തി കറുത്ത ഒരു ഇത് എന്റെ പ്രേമം. അതേതായിരുന്നു ബാലിക? അതേതായിരുന്നു സ്റ്റോറി? അത് പാത്തുമ്മയുടെ ആടിലുള്ള ഒരു കഥയല്ലേ? അതിലെ കഥ പാത്തുമ്മയുടെ ആട് നമ്മുടെ മലയാള സെക്കൻഡ്. നിങ്ങൾക്കും ഉണ്ടായിരുന്നു മലയാള സെക്കൻഡില് പാത്തുമ്മടാണ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മളൊക്കെ ഒരേ ഇയാണോ? ഞങ്ങള് പഠിക്കുമ്പോഴാണ് അത് തുടങ്ങിയത്. അല്ല, ഞങ്ങളുടെ തൊട്ട് മുന്നത്തെ വർഷം. പിന്നെ പെണ്ണല്ലേ ഞാനൊക്കെ കൊറേ ചെറുതാ. ബാല്യകാലസഖിയിലല്ലേ നമ്മള് ലാസ്റ്റ് മരിക്കും? അതെ അതെ, അത് ഇപ്പഴത്തെ ഞാൻ വായിച്ച്, ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പഴത്തെ ബഷീറിനെ വായിക്കണം. ചിരിച്ചു 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 എന്തോരം കഥകള്. ഏകദേശം ഞങ്ങളുടെയൊക്കെ നമ്മുടെ നാടാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കൾ എന്തായിരുന്നു വിളിച്ചിരുന്നെന്നറിയോ? ടാറ്റ. അത് ഞാൻ ടാറ്റ എന്ന് പറയുമ്പോഴത്തേനെ സുഭാഷ് ചന്ദ്രനൊക്കെ, സുഭാഷ് ചേട്ടൻ എഴുത്തുകാരൻ, സുഭാഷ് ചേട്ടന്റെ ബുക്കുകളൊക്കെ വായിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, പുസ്തകങ്ങൾ പറഞ്ഞുതരാം. നീ വായിച്ച് 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 തുടങ്ങ്, പതുക്കെ തുടങ്ങ്. ഞാൻ പറഞ്ഞു വായിക്കണം, ബുക്ക് വായിക്കണം, റീഡിങ് ഹാബിറ്റ് വേണം. എന്നിട്ട് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പുസ്തകങ്ങളാണ്. എനിക്ക് കയ്യിൽ നിന്ന് മാറ്റാത്ത ബുക്ക് വായിക്കുന്നതിന്റെ ഒരു. പക്ഷെ എന്തോ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അധികം വായിച്ചാല് ഇല്ല 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 മറ്റേ കുറച്ചുകൂടി ഇപ്പൊ ഒരു എന്താ കൊളോക്കിയല്ല എന്താ പറയാ, നാടൻ ശൈലി ഉണ്ട് എനിക്ക്. അത് പോവെന്നുള്ളൊരു പേടി. ഇല്ല, ഇതെന്തെന്നറിയോ, ഞങ്ങളുടെ നാടിന്റെ ഭാഷ ഇങ്ങനെയാണ്. അല്ല, നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴല്ല. അല്ല, ഞങ്ങളെ ലളിതാമ്മയുടെ വർത്താനം കേട്ടിട്ടില്ലേ? ഞാനൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെയാ. ഞങ്ങളെല്ലാം ഓണാട്ടുകരക്കാരാ. അതായത് ഞങ്ങൾക്ക് റിയാസിന്റെ ഒക്കെ കണ്ടില്ലേ, എഴുത്ത് ഭാഷയാണ് ഞങ്ങൾക്ക്. അത് ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂറുകാരുടെ സംസാര ഭാഷ എങ്ങനെയാണ്? ഞങ്ങൾ സന്ധ്യ എന്ന് പറയത്തില്ല, സന്ധ്യ എന്ന് തന്നെ പറയത്തുള്ളൂ. മാങ്ങാത്തൊരി. എന്നിട്ട് അവരിപ്പോ എന്റെ കൂട്ടുകാരിയായിട്ട് കല്യാണം കഴിച്ച്. കൂട്ടുകാരൻ എന്റെ കൂടെ പഠിച്ചത്. ഞാൻ 10th പഠിക്കുന്ന ടൈമില് +2 പഠിക്കുന്ന ഒരു ഏട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ +2 പഠിക്കുന്ന ആ ഏട്ടൻ്റെ കൂടെ +1 പഠിക്കുന്ന ആ ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഇവർ രണ്ടുപേരുണ്ട്. എപ്പോഴും ഈ ഏട്ടൻ എന്നെ കാണാൻ വേണ്ടിയിട്ട്, അവർ ഇന്റർവെൽ ടൈം വരെ, എൻ്റെ ഇന്റർവെൽ ടൈം വരെ, എപ്പോഴും ഈ ഏട്ടൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഇതിൻ്റെ മുന്നിലൂടെ പോവും, ക്ലാസ്സിന് മുന്നിലൂടെ പോവും, അങ്ങോട്ട് പോവും, അങ്ങനെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവരെ പുറത്തുനിന്നാണ് എന്നെ ഇങ്ങനെ കാക്കും. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, എനിക്ക് പേടിയാ പറയാനൊക്കെ. ആയിട്ടിന് ഇങ്ങോട്ടാ പ്രപ്പോസ് ചെയ്ത്, ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പം എന്നിട്ട് +2 ആയിട്ട് കുറേ വെയിറ്റ് ചെയ്തു, മറുപടി കണ്ടില്ല, ഒന്നും കിട്ടാണ്ടായപ്പം +2 കഴിഞ്ഞ ആയിട്ട് കോളേജിൽ നിന്ന് പോയി, സ്കൂളിൽ നിന്ന് പോയി. പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ അടുത്ത വർഷം മുഴുതല്, അല്ല ഞാനപ്പോ 8th പഠിക്കാം, 10th 8th പഠിക്കാം ഞാൻ. അടുത്ത വർഷം മറ്റേ +1 ഫ്രണ്ട് +2 എത്തിയില്ലേ, അവനെ ഇവൻ എന്റെ പിന്നാലെ ആ ഫ്രണ്ടായിട്ട് നടന്ന അവൻ. ഞാൻ ആലോചിക്ക, അവന്റെ ഫ്രണ്ടിന് വേണ്ടിട്ട് അവൻ ഹെൽപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് പോയി കഴിഞ്ഞപ്പോ അവൻ എന്ത് ഫ്രണ്ടല്ലേ. കോമഡി കഥകള്. അടികൂടി പ്രപ്പോസ് ചെയ്തു. അതായത് അല്ല ഞാനല്ല, നീയാണോ ഹംസം? ഞാൻ പാലയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബെഞ്ചിൽ 4 പേരാണ്. ഓക്കെ, അപ്പൊ അത് റിപ്പീറ്റ് ആണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിപ്പീറ്റ് ബാച്ച് ഒള്ളി. അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ
അടുത്തുനിന്ന് ബാക്കി മെജോറിറ്റി പിള്ളേരും പാലയിൽ തന്നെ കഴിഞ്ഞ വർഷവും റിപ്പീറ്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിപ്പീറ്റ് ബാച്ചാണ്. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് വർഷമുള്ള ഒരു പയ്യനുണ്ട്. ആ പയ്യന് ആ ക്ലാസ്സിലുള്ള ഒരു ഗേളിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ആ പെൺകുട്ടീനെ തിരിച്ചിഷ്ടമല്ല. ഇവ ഇങ്ങനെ ബാക്കി നടക്കാം. അപ്പോൾ ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് വീണ്ടും അവൻ കണ്ടിന്യൂ ചെയ്യും. അവൻ എൻ്റെ ബെഞ്ചിലാണ്. എൻ്റെ പേരുള്ള ദർ ഇസ് അനദർ റിയാസ് ഞങ്ങളുടെ കൂടെ. ഓക്കെ, സോ അവന് വേണ്ടിയിട്ട് ഈ റിയാസും ആ പെണ്ണിനോട് എന്ത് ചെയ്യായിരുന്നു, മനസ്സിലായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഓക്കെ, പക്ഷെ അവൾ അപ്പോഴും ഓക്കെ ആയില്ല. ഈ എൻട്രൻസ് എല്ലാം തീർന്ന് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഈ റിയാസ് ട്രൈ ചെയ്ത് തുടങ്ങി ആ പെണ്ണിൻ്റെ അടുത്ത്. അതായത് ആദ്യമൊക്കെ ഇവൻ വാസ് ടോക്കിംഗ് ഫോർ ഇവന് വേണ്ടിട്ട്, പിന്നെ ഇവന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇവനോട്ട് അടിയിട്ട് സ്റ്റോപ്ഡ്, തോട്ട് കണക്ഷൻ ഫുള്ള്. അതും പറഞ്ഞിട്ട് അടിയായിട്ടാണ് വി സ്റ്റോപ്ഡ്. ആൻഡ് ഞാനും ദിസ് റിയാസും ഇവർ ലൈക്ക് ട്വിൻസ് ഇൻ ദ ഹോസ്റ്റൽ. അതായത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ 4 പേരുള്ളൂ. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹൗസ്, 5 പേര്. നമ്മൾ ഒരുമിച്ചേ കഴിക്കുള്ളൂ, എപ്പോഴും ഒരുമിച്ചേ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് പഠിക്കാതെ എനിക്ക് എൻട്രൻസ് പോലും കിട്ടാൻ മനസ്സിലായില്ല. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും നമ്മൾ കൂടെയുള്ളവർ എപ്പോഴും സംസാരിച്ചിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ലക്ഷ്യത്തിന് പോയാലും നമ്മൾ കൂടെയുള്ള ആൾക്കാരെ കാരണം നമ്മൾ വിട്ടു പോവും. മനസ്സിലായില്ലേ? എന്നിട്ട് എങ്കിൽ പോട്ടെ, അത് പോയി, അവരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവല്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അതും പോവും. മനസ്സിലായില്ലേ? എൻട്രൻസും ഇല്ല, ഫ്രണ്ട്ഷിപ്പും ഇല്ല. എന്നിട്ട് അവൻ മെഡിസിൻ കിട്ടി, അവൻ പഠിക്കണ്ട. അത് മാത്രമല്ല, ആ ബെഞ്ചിലിരുന്ന് ബാക്കി 3 പേർക്ക് മെഡിസിൻ കിട്ടി, എനിക്ക് മാത്രമല്ല കിട്ടാൻ. ദ തിങ് ഈസ് 3 പേരും സെൽഫ് ഫിനാൻസിങ് സീറ്റിലാണ് പഠിക്കുന്നത്. അതായത് ഗവൺമെന്റ് സീറ്റ് ആർക്കും കിട്ടിയില്ല. 3 പേര് സെൽഫ് ഫിനാൻസിങ് സീറ്റിലാണ് പഠിക്കുന്നത്. ഒരാൾ പ്രൈവറ്റ് സീറ്റിലാന്ന് തോന്നുന്നു. ഇപ്പം വേറെ ഒരു റേഞ്ച് എത്തിയല്ലോ. ഞാൻ വേറെ റേഞ്ച് എത്തി, നോ ഡൗട്ട്. അത്രേ ഉള്ളൂ. ചിലപ്പോൾ എനിക്ക് മെഡിസിൻ കിട്ടിയിരുന്നെങ്കിൽ ഐ എം ഷുവർ ഇവിടെ ഞാൻ എത്തത്തില്ലായിരുന്നു. അപ്പൊ അത് കോൺസെൻട്രേറ്റഡ് ഓൺ ദാറ്റ്, അങ്ങനെ തന്നെ പോയത്. എല്ലാവർക്കും അങ്ങനെ കുറെ സ്റ്റോറികൾ. ഒന്നിന് പോയിട്ട് തുടങ്ങിയതേ ഉള്ളൂ.